ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മേഘാലയയിൽ നടന്ന രാജ രഘുവംശിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കാം. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ ഭാര്യയായിട്ടുള്ള സോനം രഘുവംശിയാണ് ഏതാനും ഗുണ്ടകളെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കൊന്നത് എന്നാണ്. വിവാഹത്തിന് മുന്നേ സോനം രഘുവംശി മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നുവെന്നും അയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവായിട്ടുള്ള രാജ രഘുവംശിയെ വധിച്ചത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ കേസ് നമ്മളേറെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാജ രഘുവംശി ഒരിക്കൽ പോലും സോനം രഘുവംശിയുടെ പ്രണയബന്ധത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. രാജയുടെയും സോനത്തിൻ്റെയും ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. സോനത്തിൻ്റെ മാതാപിതാക്കളും പറയുന്നത് മകൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു സൂചന പോലും തങ്ങൾക്കും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ രണ്ടു കൂട്ടരിൽ ആർക്കെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിവാഹം നടക്കുകയുമില്ലായിരുന്നു, രാജ രഘുവംശി ജീവനോടെയും ഇരുന്നേനെ. ഒരുപക്ഷെ സോനത്തിന് തൻ്റെ കാമുകനോടൊപ്പം ജീവിക്കാനും സാധിക്കുമായിരുന്നു. നിങ്ങൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ വീട്ടിലൊന്ന് സൂചിപ്പിക്കുക. അവരുടെ പ്രതികരണം പിന്നീടുള്ള കാര്യമാണ്. അല്ലാതെ അവരെ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പിനെ പറ്റി അവരോട് സൂചനയെങ്കിലും കൊടുക്കാതെ ഇരിക്കരുത്. ഇനിയും അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, അവർ കണ്ടുപിടിച്ച് തരുന്ന ചെറുക്കനെ അല്ലെങ്കിൽ പെണ്ണിനെ നിങ്ങൾ കെട്ടേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് വേണമെങ്കിൽ നിങ്ങളുടെ ഈ അഫെയറിനെ പറ്റി പറയാം, അതും വിവാഹത്തിന് മുമ്പ്. നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അഫെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ നാളത്തെ രാജ രഘുവംശിയോ സോനം രഘുവംശിയോ ഒക്കെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് നിങ്ങൾ കഴിയോടെ പൊക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരെ അപ്പം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാതെ അവരെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ എന്നെ വിട്ടു പോകരുതെന്നും പറഞ്ഞ് അവരുടെ മുന്നിൽ കെഞ്ചാനോ പോകരുത്. നിങ്ങളോടൊരു അടുപ്പോ സ്നേഹമോ ശരിയായ രീതിയിലുണ്ടെങ്കിൽ അവരൊരിക്കലും മറ്റൊരാളെ തേടി പോവില്ല. നിങ്ങൾ കെഞ്ചിയാലും കരഞ്ഞാലും ഇനിയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് അത്തരക്കാരെ അവരുടെ വഴിക്ക് വിടുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ചതിക്കാൻ അറിയുന്ന പോലെ സ്നേഹിക്കാൻ അറിയുന്ന ആളുകളും ഈ ലോകത്ത് ധാരാളമുണ്ട്. അവരെ ജീവിത പങ്കാളിയാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.